ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഇമ്രാൻസ് വ്യൂ. അപ്പോൾ നടിഗർ മൂവിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആക്ച്വലി റിവ്യൂവും കാര്യങ്ങളൊന്നും അല്ല, ഒരു ഒപ്പീനിയൻ, നമ്മുടെ ഒരു ചെറിയൊരു അഭിപ്രായം അത്രേ ഉള്ളൂ ഗൈസ്, ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ സിനിമ ഇറങ്ങിയത് 3-ാം തീയതിയാണ്. ഞാൻ പടം ഇറങ്ങി 4-ാം തീയതി തന്നെ പോയി കണ്ടായിരുന്നു ഗൈസ്. PVRലാണ് ഞാൻ കണ്ടത്. PVR ഗോൾഡിലാണ് ഞാൻ പോയി കണ്ടത്. ഗോൾഡിൽ നിന്ന് എടുത്ത് പറയണം, കാരണം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം നല്ല ലക്ഷറി ആയിട്ട് റിക്ലൈനിങ് സീറ്റിലൊക്കെ ഇരുന്ന് അടിപൊളിയായിട്ട് പോപ്കോണൊക്കെ നിന്ന് പടം കണ്ടു. അപ്പോൾ പിന്നെ ഗൈസ്, റിവ്യൂ, ഈ ഒരു ഒപ്പീനിയൻ, അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഒരുപാട് ലേറ്റായി. ഞാൻ ഇപ്പോൾ 8-ാം തീയതിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്, ഭയങ്കര തൊണ്ടവേദന കാര്യങ്ങളായതുകൊണ്ട് റെസ്റ്റ് ആയിരുന്നു കുറച്ച് ദിവസം. പ്രത്യേകിച്ച് തൊണ്ടക്ക് വേദന ആയതുകൊണ്ട് സംസാരിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഇപ്പോഴും അതേ കൂടുതൽ സൗണ്ട് എടുക്കുമ്പോഴൊക്കെ ഭയങ്കര പെയിൻ ഉണ്ട്. അപ്പോൾ ബാക്ക് ടു ദ മൂവി, നടിഗർ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, ഈ സിനിമ ഇറങ്ങിയപ്പോൾ വളരെ എന്താണ് പറയുന്നത്, ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ആക്ച്വലി സിനിമ മീൻസ് സിനിമയുടെ ആ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്ന ഹൈപ്പല്ല, പക്ഷെ നമുക്ക് ആ ഒരു സിനിമ കണ്ടപ്പോൾ അതിന് പല പോസ്റ്റർ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക, നമ്മുടെ ആ ഒരു മഞ്ഞുമൽ ബോയ്സ് പോലെ, അല്ലെങ്കിൽ എന്താ പറയുക മറ്റേ രോമാഞ്ചം പോലെ, ആവേശം പോലെയൊക്കെ ഉള്ളൊരു തീമിലുള്ള ഒരു സിനിമയാണ് എന്നാണ് വിചാരിച്ചത്. മാത്രമല്ല ഏകദേശം കാസ്റ്റ് കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഈ മഞ്ഞുമൽ ബോയ്സിലുള്ള അതേ കാസ്റ്റൊക്കെ തന്നെ ഈ മൂവിയിലുണ്ട്. ഈവൻ സൗബിൻ ഉൾപ്പെടെ എല്ലാവരും ഈ മൂവിയിലും ഉണ്ട്. പക്ഷേ സിനിമ വേണ്ടത്ര എന്താ പറയുന്നത്, വേണ്ടത്ര സ്വീകരിക്കപ്പെട്ടില്ല. ഞാൻ ഈ സിനിമയുടെ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര അത്യാവശ്യം മിക്സ്ഡ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ മൂവിയിലേക്ക് വരണയാണെങ്കിൽ ഗൈസ്, സിനിമ തുടങ്ങുന്നത് തന്നെ നല്ല അടിപൊളി ടൈറ്റിൽ കാർഡ്സ്, അതായത് വളരെ പഴയ ടൈറ്റിൽ കാർഡ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് മൂവി തുടങ്ങുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രേം നസീർ സാറിൻ്റെ തന്നെ ഒരു കമൻറ്റ് കാര്യങ്ങൾ, ഇൻ്റർവ്യൂയുടെ ഒരു പോർഷനൊക്കെ വെച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. പിന്നെ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ള കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട്. എൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുക ഈ സിനിമയുടെ ഫ്രെയിംസ് ആണ്. ഈ സിനിമ കാണുമ്പോൾ എന്താ പറയുക, വളരെ വളരെ റിച്ച് ആയിട്ടുള്ളൊരു മൂവി, മീൻസ് ടെക്നിക്കലി വളരെ റിച്ച് ആയിട്ട്, വളരെ സൗണ്ടായിട്ട്. ഇപ്പോൾ ലാൽ ജൂനിയറുടെ തന്നെ ഒരു സിനിമയാണ് ഡ്രൈവിംഗ് ലൈസൻസ്. ആ സിനിമ കണ്ടവർക്കറിയാം, ആ സിനിമയിലെ ഒരു വൈബ്രൻ്റ്, ആ ഒരു കളേഴ്സിൻ്റെ ഒക്കെ ഒരു വൈബ്രൻസി കാര്യങ്ങളൊക്കെ വളരെയധികം എന്താ പറയുക, ഫ്രെയിംസ് വൈസ് ഒക്കെ വളരെ റിച്ച് ആൻഡ് അതേപോലെ തന്നെ വളരെ പവർഫുൾ ആയിരുന്നു എന്ന് തന്നെ പറയാം. ഈ സിനിമയിലും അതെ, ആ ഫ്രെയിംസ് കാര്യങ്ങൾ, അതേപോലെ ആ ഒരു ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന വളരെ റിച്ച് ആണ്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, ടോവിനോയുടെ ക്യാരക്ടർ ആണെങ്കിൽ അദ്ദേഹം ഒരു ആക്ടറാണ്. ഈ സിനിമയിൽ തന്നെ ഒരു ആക്ടറാണ്. പുള്ളി ഒരു സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ ആ ഒരു സൂപ്പർ സ്റ്റാർഡം പുള്ളി നിലനിർത്തുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തുള്ളൊരു കഥയാണ്. കഥ മീൻസ് ആ സ്റ്റാർഡം അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിൽ അദ്ദേഹം അനുഭവിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഇപ്പോൾ ടോവിനോ തോമസ്, അതേപോലെ തന്നെ ബാലു വർഗീസ് ആക്ച്വലി ടോവിനോടെ ഒരു ചങ്ക് ബ്രോ പ്ലസ് ഡ്രൈവർ ആ ഒരു റോളിലാണ് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, സുരേഷ് കൃഷ്ണ, ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഒരു അടിപൊളി പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ. എനിക്ക് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ആ ഒരു സുരേഷ് കൃഷ്ണ പുള്ളിയുടെ ഒരു പേര് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അറിയാം. മീൻസ് സിനിമകളിലൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. കുട്ടൂര വില്ലൻ എന്ന് പറഞ്ഞാൽ കുട്ടൂര വില്ലനായിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഇപ്പോൾ ഈ ഒരു സിനിമയിലൊക്കെ, ഇപ്പോൾ ഈ വളരെ അടുത്തടുത്ത് ഇറങ്ങുന്ന സിനിമകളിലൊക്കെ വളരെ ഹ്യൂമറസ് ആയിട്ട്, കോമഡി ആയിട്ടൊക്കെ ചെയ്യുന്ന റോളുകൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കഴിച്ചത്. കാരണം അങ്ങനെ കാണാൻ കൊതിക്കുന്നതാണ്. കാരണം ഒരു സമയം മൊത്തം നമ്മൾ ഭയങ്കര വില്ലനും ക്രൂരനും ഒക്കെ ആയിട്ട് കണ്ട ആള് ഇപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഹ്യൂമറസ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഒരു സർപ്രൈസിങ് ആണ്. അപ്പോൾ പുള്ളി ഈ സിനിമയിലൊരു എന്താ പറയുന്ന ഒരു മാനേജർ റോളിലാണ്. അതായത് ടോവിനോ കാര്യങ്ങളൊക്കെ ഒരു പ്രായമുള്ള ആള്, എന്നാൽ ഒരു കൺട്രോളിങ് പവറുള്ള ഒരാൾ, അങ്ങനത്തെ ഒരു റോളിലാണ് പുള്ളി വന്നിരിക്കുന്നത്. പുള്ളിയുടെ പെർഫോമൻസ് മാരകമായിരുന്നു. പുള്ളി ഈ സിനിമയിലുള്ള എല്ലാ സീൻസും വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, മഞ്ഞുമൽ ബോയ്സിൽ വരുന്ന എന്താ പറയുക, നമ്മുടെ ഗണപതി സിനിമയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ചിദംബരം, അതായത് മഞ്ഞുമൽ ബോയ്സ് ഡയറക്ടർ, അദ്ദേഹം ഒരു ചെറിയ സീനിൽ, പാട്ട് സീനിൽ വരുന്നുണ്ട്. അതേപോലെ സുഷിൻ ഷാബ്, എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ നമുക്ക് ഇതേപോലെ വളരെ വൈബ്രൻസി കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതായത് ഒരു മലയാള സിനിമയിലെ സെറ്റിൽ സംഭവിക്കുന്നത് കാര്യങ്ങളൊക്കെ ഈ സിനിമയിലൊരു എന്താ പറയുക ഭാഗമായിട്ട് പോകുന്നുണ്ട്. അതിൽ തന്നെ നമുക്കറിയാം ഷെയ്ൻ നിഗത്തിൻ്റെ ഒരു കാര്യമുണ്ടായിരുന്നു. മീൻസ് മുടി വെട്ടി അങ്ങനെയുള്ളൊരു പ്രശ്നം, ഡയറക്ടർ പ്രൊഡ്യൂസറായിട്ടുള്ള പ്രശ്നം. അപ്പോൾ അതെല്ലാം ഈ സിനിമയിൽ ഒരു റെഫറൻസ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ
സീൻസ് ഈ സിനിമയിൽ റെഫറൻസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതിലുപരി എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇഷ്ടപ്പെട്ടത് ഈ സിനിമയുടെ ഓരോ ആ ഒരു എന്താ പറയുക ഫ്രെയിമുകൾ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു രീതി കാര്യങ്ങൾ, വളരെ റിച്ച് ഫ്രെയിംസ്, വളരെ എന്താ പറയുന്നത് എല്ലാം പച്ചക്ക് തന്നെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ പൊടിയടിയാണെങ്കിൽ സ്റ്റഫ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം വളരെ പച്ചക്ക്, ഗേൾസ് കാര്യങ്ങളൊക്കെ വളരെ പച്ചക്ക് തന്നെ കാണിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ വേറൊരു എന്താ പറയുക ഒരു ഹൈഡിങ് ഇല്ലാണ്ട് വളരെ പച്ചക്ക് കാണിച്ചിട്ടുണ്ട് സിനിമയിൽ. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന വളരെ കളർഫുൾ ആയിട്ട് പോകുന്നൊരു സിനിമ, ഇന്റർവെല്ലും കഴിഞ്ഞ് കളർഫുള്ളൊക്കെ കഴിഞ്ഞ് പോകുന്നൊരു സിനിമ. എന്നിട്ട് ഈ സിനിമ എന്തുകൊണ്ട് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു വില്ലനും കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. അത് ഈ സിനിമയിലെ നായകൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ വില്ലൻ. അദ്ദേഹത്തിന്റെ വില്ലൻ ഞാൻ എന്തൊക്കെ പറഞ്ഞു. ഈ സിനിമയിലെ നായകൻ തന്നെയാണ് ഈ സിനിമയിലെ വില്ലൻ. അതായത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു എന്താണ് പുള്ളിയുടെ ഓർഫനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ, അമ്മ അദ്ദേഹത്തിനെ വിട്ടുപോയി, അങ്ങനെയൊക്കെ കുറച്ച് സീന് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എന്താ പറയുന്ന ഒരു ഇതാണ് ഈ സിനിമയിൽ. അപ്പൊ പ്രത്യേകിച്ച് വില്ലനോ കാര്യങ്ങളോ ഒന്നും ഈ സിനിമയിലില്ല. മാത്രമല്ല എന്താ പറയുക ആ ഒരു ഇമോഷൻസ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഇപ്പൊ അത് മാത്രമല്ല അത് പ്ലേസ് ചെയ്തേക്കുന്നത് വളരെ ലാസ്റ്റ് ആയിട്ടാണ്. അതായത് ഇന്റർവെല്ലും കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു എന്താ കാര്യങ്ങൾ, അതിനു മുമ്പൊക്കെ ഒരു ഗ്ലിംസ് പോലെ ഇങ്ങനെ വന്നു പോകുന്നല്ലാണ്ട് അതിന്റെ കഥ റിവീൽ ആവണ ഇന്റർവെല്ലും കഴിഞ്ഞിട്ടാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കണക്ട് ഇല്ലാണ്ട് ഒരു എന്താ പറയുന്നത് ഒരു ലിങ്ക്, ഒരു ബന്ധം ഇല്ലാണ്ട് പോകുന്നുണ്ട് സിനിമയിൽ. മീൻസ് ഒരു അദ്ദേഹത്തിന്റെ അമ്മയായിട്ടുള്ള ഒരു ബന്ധം കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴും നമുക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വളരെ എന്താ പറയുക വളരെ തണുത്ത് ഫീൽ ചെയ്യുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിൽ ഇന്റർവെൽ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇന്റർവെൽ കഴിഞ്ഞിട്ടാണ് വരുന്നത് നമ്മുടെ എന്താ പറയുന്ന സലീം കുമാറേട്ടൻ്റെ മോൻ. പുള്ളി ഈ സിനിമയിൽ അടിപൊളി ഒരു റോളാണ്. പുള്ളി ചെറിയൊരു വേഷമാണ്, പുള്ളിക്ക് അങ്ങനെ ത്രൂ ഔട്ട് വേഷമില്ല. ഞാൻ പറയുള്ളൂ ഇന്റർവെൽ കഴിഞ്ഞിട്ട് വരുന്ന ഒരു സീനാണ്. പുള്ളി നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ആ പുള്ളി വരുന്ന സീനും ഡയലോഗ്സ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ സിനിമ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു, എന്നാൽ ആ ഒരു ഇമോഷൻസ്, ആ പറഞ്ഞ ഇമോഷൻസ് ഒന്നും നമുക്ക് തീരെ വർക്കായില്ല, തീരെ കണക്റ്റ് ആയില്ല. പക്ഷെ നമുക്ക് വൺ ടൈമൊക്കെ നമുക്കിങ്ങനെ കണ്ടിരിക്കാം, സിനിമ ഇങ്ങനെ ത്രൂ ഔട്ട് കണ്ടിരിക്കാം, എൻജോയ് ചെയ്യാം. ഈ സിനിമയിൽ ദുബായ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ലക്ഷറിയസ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. എന്താ പറയുക ഇതിൻ്റെ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ വളരെ റിച്ച് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതും. പക്ഷെ സിനിമക്കൊരു പ്രത്യേകിച്ചൊരു സ്ക്രിപ്റ്റ് അത് വളരെ വീക്കാണ് ഈ സിനിമയുടെ. അതിൻ്റെ ഒരു കണ്ടന്റ് കാര്യങ്ങൾ വളരെ വീക്കാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് സിനിമ, ഇപ്പോൾ എനിക്ക് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ആ സിനിമ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ വളരെ റിച്ച് ആയിട്ട് കാണിക്കുന്ന ഒരു സിനിമ, എന്നാൽ അതിലൊരു പ്ലോട്ട്, അതിലൊരു കോർ എലമെന്റ് ആയിട്ട് കാണിക്കുന്ന ആ ഒരു രണ്ട് പേര് തമ്മിലുള്ള ഒരു ഈഗോ നന്നായിട്ട് ആ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു എലമെന്റ് ഒന്നും ഈ സിനിമയിലില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ അത്രയധികം തിയേറ്ററിൽ ആ ഒരു ഹൈപ്പിന് അത്രയും ഈ ഹൈപ്പ് തന്നെ ഈ ഒരു ആൾക്കാർ ഈ റീസെന്റ് ആയിട്ടുള്ള ഇറങ്ങിയ സിനിമയിലുള്ള എല്ലാവരും ഈ സിനിമയിലുണ്ട്. ഇപ്പൊ സൗബിനുണ്ട്, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗണപതി, അങ്ങനെ എല്ലാവരും ഇപ്പോൾ മനുവൽ ബോയ്സിൽ ഒക്കെ അഭിനയിച്ച എല്ലാവരും ഈ സിനിമയിലുണ്ടായി. ഈവൻ ലാൽ വരെ ഒരു ചെറിയ സീനിലൊക്കെ അഭിനയിച്ച് പോകുന്നുണ്ട്. ആക്ച്വലി ലാൽ ജൂനിയറുടെ പടം ലാൽ ഫാദറാണ്. അപ്പോൾ എല്ലാവരും ഈ സിനിമയിലുണ്ട്. ഡയറക്ടർ രഞ്ജിത്ത് അടിപൊളിയായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ഡയറക്ടർ വേഷത്തിൽ പുള്ളി പൊളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അനൂപ് മേനോൻ, പുള്ളിയൊക്കെ പിന്നെ പണ്ട് മുതലേ പുള്ളിയുടെ സീൻ തന്നെയാണ് ഈ സിനിമയിൽ. അപ്പോൾ ഓവറോൾ നോക്കണമെങ്കിൽ സിനിമ പറയാൻ ഉദ്ദേശിച്ച ഇമോഷൻസ് ഒന്നും തിയേറ്ററിൽ നമുക്ക് കാണുമ്പോൾ തീരെ വർക്കായിട്ടില്ല ഫിലിമിൽ. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു മെയിൻ ഞാൻ കാണുന്ന ഒരു പരാജയം ഫാക്ടർ. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ എന്താ പറയുന്ന നമ്മൾ കുറേ സിനിമ ഇങ്ങനെ ഇരുന്ന് കാണാമെന്നല്ലാണ്ട് നമുക്ക് അതിലൊരു ഫീലിങ്സ് ഒന്നും ഇല്ലാണ്ട് ഒന്നും ഓർത്ത് വെക്കാൻ പറ്റാണ്ട് പോകുന്നൊരു ഒരു ആവറേജ് അല്ല, ബിലോ ആവറേജ് മൂവി എന്ന് വേണം പറയാനായിട്ട്.